സനാതനധർമ്മം വിജയിക്കട്ടെ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ധർമ്മങ്ങൾ പരാജയപ്പെടട്ടെ എന്ന ഉദ്ദേശമില്ല. മറ്റുള്ള ധർമ്മങ്ങളിലും ഈ പറഞ്ഞ പോലെ ഇസ്ലാം ധർമ്മത്തിലും ക്രിസ്ത്യൻ ധർമ്മത്തിലും അതിലൊക്കെ വെറൈറ്റി സന്യാസ ധർമ്മങ്ങൾ ഉണ്ട്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അതാത് ധർമ്മത്തിലുള്ളവർ അതാത് സന്യാസ ധർമ്മങ്ങൾ ആചരിക്കുക. അവരവരുടെ മനസ്സിൻ്റെ ശാന്തമായ സ്ഥിതി, സന്തോഷമായ സ്ഥിതി, അതുപോലുള്ള ആനന്ദമായ സ്ഥിതി ഇത് ലഭിക്കുന്നത് ആത്മീയതയിൽ നിന്ന് തന്നെയാണ്. ക്രിസ്ത്യൻ ധർമ്മത്തിലുള്ളവർക്ക് നമ്മുടെ യേശുക്രിസ്തു ആചരിച്ചതും പറഞ്ഞു വെച്ചതുമായിട്ടുള്ള അനവധി കാര്യങ്ങളുണ്ട്. ഇസ്ലാം ധർമ്മത്തിലുള്ളവർക്ക് മുഹമ്മദ് നബി ആണെങ്കിലും നമ്മുടെ ഇബ്രാഹിം നബി ആണെങ്കിലും അവരും ആചരിച്ചതും പറഞ്ഞു വെച്ചതുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ബുദ്ധധർമ്മത്തിലുള്ളവർക്ക് ബുദ്ധനും ശ്രീബുദ്ധനാണെങ്കിലും അതുപോലെ അവർ ആചരിച്ചതും പറഞ്ഞു വെച്ചതുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ എടുത്ത് അവരവരുടെ മൈൻഡ് സെറ്റിനനുസരിച്ച് മനസ്സിലാക്കുകയും പരമമായ പരമാത്മാവ് അഥവാ ഈശ്വരൻ, ജഹോവ, അള്ളാഹു എന്നൊക്കെ പറയുന്ന ആ സത്യത്തിലേക്ക് ആത്മജ്ഞാനം നേടി എത്തുന്ന ഒരു കൃത്യമായ വഴി തന്നെയാണ് ആത്മീയത. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അതിനുവേണ്ടി ഭസ്മം ധരിക്കാം, ധരിക്കാതിരിക്കാം, കാവ്യ ധരിക്കാം, ധരിക്കാതിരിക്കാം, രുദ്രാക്ഷം ഇടാം, ഇടാതിരിക്കാം. എന്തൊക്കെയായാലും അതിനൊക്കെ അനവധി സാധ്യതകൾ തന്നെ ഉണ്ട്. പിന്നെ ബ്രഹ്മചര്യം എടുക്കാം, എടുക്കാതിരിക്കാം. ഭക്ഷണം പലത് കഴിക്കാം, കഴിക്കാതിരിക്കാം. അനവധി സാധ്യതകളുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോരോ രീതികൾ തന്നെയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ പിറകെ കുറെ കാലമായിട്ട് നന്നായി റിസർച്ച് ചെയ്യുന്നതിൻ്റെ അനന്തരഫലം തന്നെയാണ് എനിക്ക് ഇന്നും ആയുസ് നിലനിൽക്കുന്നതും. ഇതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ നമ്മുടെ ബുദ്ധിയുടെ പ്രശ്നങ്ങൾ, അതിൻ്റെ അനന്ത സാധ്യതകൾ എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ആത്മാവിലേക്ക് ചെറുതായി ഇറങ്ങി തന്നെ ഭൗതികതയിൽ നിന്നും ഭൗതികതയിലെ നെഗറ്റീവും പോസിറ്റീവും മനസ്സിലാക്കി ആത്മീയതയിലെ പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഓരോ വ്യക്തിക്കും എന്താണ് സനാതനധർമ്മം, അതിൻ്റെ രീതിയിൽ നമ്മൾ ബഹുമാനിക്കണം. മറ്റു ധർമ്മങ്ങൾ അതാത് രീതിയിൽ ബഹുമാനിക്കണം. അതാണ് സനാതനധർമ്മം.